നമസ്കാരം. മരിച്ചത്, വലിയ ദോഷമുണ്ടെന്ന് അദ്ദേഹത്തിന് ബന്ധു ആരോ പോയി നോക്കിയപ്പോ പറഞ്ഞു അത്രേ. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് മകയിലാണ്, തിരുവാതിര തുടങ്ങിയിട്ടില്ല, 6:18 വരെ മകയിലുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇത് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ചുമ്മാ പറ്റിക്കാൻ ഓരോരുത്തന്മാർ പറയുമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കുറച്ചൊക്കെ ഇത് എങ്ങനെയാണ് ഈ നാഴിക വിനാഴിക എന്താണ്, എപ്പോഴാണ് നാളെ തുടങ്ങുന്നത്, എന്താണ് കണ്ടകശനി, എന്താണ് ഏഴരശനി, എന്താണ് ജന്മശനി, എന്താണ് അഷ്ടമ വ്യാഴം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമ്മളെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ലല്ലോ. നമ്മളോട് പറയുമ്പോൾ മറുപടി കൊടുക്കുക. അപ്പൊ ചേച്ചി അത് മനസ്സിലാക്കി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ശരിയാണ് ചേച്ചി, മോനെ സംബന്ധിച്ച്
ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ പ്രസ് ക്ലബിന്റെ ഗ്രൂപ്പിൽ നമ്മുടെ ഒരു സ്നേഹിതൻ മെസ്സേജ് അയച്ചു. വൈഫിന്റെ അച്ഛനെയും കൊണ്ട് RCC പോയിരിക്കുന്നു. അപ്പൊ അവിടുത്തെ ക്യൂവിന്റെ പടം പുള്ളി എടുത്തിട്ടേക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ഗുരുതരമായ രോഗങ്ങൾ നമ്മളെ സംബന്ധിച്ചില്ല, നല്ല കാര്യമാണ് ചേട്ടാ. കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. 2 മക്കളാണ് ചേട്ടനുള്ളത്, ആണോ? ഇത്രയൊക്കെ നമ്മുടെ സന്തോഷങ്ങളാണ്. വിഷമം, ഒരുപാട് കടബാധ്യതകളുണ്ട്, തിരിച്ചു കൊടുക്കാൻ എന്ത് നോക്കിയിട്ടും പറ്റുന്നില്ല. നമുക്കൊരു പ്രതീക്ഷ ജീവിതത്തിൽ മുന്നോട്ട് വരുന്നില്ല, എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. പലരും നമ്മളെ അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നു. ചേട്ടൻ മെന്റലി എഴുതാനും ഇംഗ്ലീഷ് എല്ലാം അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ അറിയുമ്പോൾ അച്ഛന് മനസ്സിലായി അത്. അപ്പൊ സാറ് പറഞ്ഞോറിന് തന്നെ എന്റെ മനസ്സിൽ ഓടിയെത്തുന്ന ആ ചിത്രമാണ് ചേട്ടാ. അതാ ഞാൻ പലപ്പോഴും നമ്മൾ ആലോചിക്കാത്തൊരു കാര്യമുണ്ട് ചേട്ടാ. അങ്ങനെ ഇനി റിക്കവർ ആകില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എന്ത് പ്രതീക്ഷയാണ് ജീവിതത്തോടുള്ളത്? മനസ്സിലായി ചേട്ടാ. നമുക്കൊക്കെ നാളെ ചേട്ടാ, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ അസുഖം ഉണ്ടോ നമുക്കറിയില്ല, പക്ഷെ എങ്കിലും നമുക്ക് എത്ര പ്രതീക്ഷകളാണ് ചേട്ടാ. ചേട്ടൻ പോസിറ്റീവ് ആവും ചേട്ടാ. ചേട്ടന്റെ ജീവിതത്തിൽ ചേട്ടന്റെ പ്രശ്നങ്ങൾ തീരും, ചേട്ടന്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടും, ചേട്ടന്റെ കുഞ്ഞുങ്ങളുണ്ട്, അവൾ വളർന്നു വരുന്നുണ്ട്, അവർക്ക് നല്ല ജോലി കിട്ടും. ചേട്ടൻ പോസിറ്റീവ് ആവ്. ഇന്ന് മുതൽ ചേട്ടൻ ആവശ്യമില്ലാതെ നെഗറ്റീവ് ചിന്തിക്കരുത്. അല്ല, ഞാൻ ഒറ്റയാണ്, വേറെ ഈ സാരമില്ല ചേട്ടാ. നമ്മൾ പടവെട്ടും ചേട്ടാ. കുഞ്ഞുങ്ങളുണ്ട് ചേട്ടാ, അവര് വളർന്നു വരട്ടെ. ഇത്ര ആയിട്ടുണ്ടല്ലോ, നല്ല ജോലി കിട്ടുന്ന കുട്ടിയാണ്. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. ചേട്ടാ ഇനി പ്രയാസപ്പെട്ടിട്ടല്ലാതെ സന്തോഷത്തോടെ എനിക്ക് മെസ്സേജ് അയക്കണം, കേട്ടല്ലോ? വെച്ചേക്കട്ടെ ചേട്ടാ.
അവന് നല്ലത് കിട്ടും ചേച്ചി. അതെ ഓന് ബസ്സിൽ പോണത്. ആ കുറച്ചുകൂടെ പുറത്തേക്ക് എങ്ങാണ് എന്തെങ്കിലും സാധ്യതകൾ വരുന്നുണ്ടെങ്കിൽ നോക്കാൻ പറയണം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. കല്യാണം നടത്തണ്ടേ? നടത്തിയോ? ശരി. എങ്ങനെ പോകുന്നു ജീവിതം? ജീവിതം ഇങ്ങനെ എന്തില്ല. കുഴപ്പമില്ല. അല്ല മാറും ചേച്ചി. ഏറ്റവും മോശം പീരീഡാണ് ഇപ്പം കടന്നു പോയത്. അതിപ്പം മാറിയിട്ടുണ്ട്. ഈ മെയ് മാസത്തിന് ശേഷമൊക്കെ കുറച്ചുകൂടെ നല്ലതാ. ജോലിയിൽ കുറച്ചുകൂടെ ഒരു മാറ്റം വരാൻ നല്ലതാണ്. അതൊന്ന് ശ്രമിക്കാൻ വേണ്ടി പറയുക. പുറത്തേക്കെങ്കിലും കല്യാണം കഴിഞ്ഞില്ല. കല്യാണം കഴിഞ്ഞില്ലെന്നാണോ പറഞ്ഞേ? ആഹാ, ഞാനത് അങ്ങോട്ട് ചോദിച്ചപ്പം കല്യാണം കഴിഞ്ഞെന്നാ ഞാൻ വിചാരിച്ചത്. ആ അതല്ല, ഇപ്പോഴാണ് ടൈം ചേച്ചി. ഞാൻ ചേച്ചിയുടെ ഇടയ്ക്ക് അങ്ങോട്ട് ചോദിച്ചു കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞത് എനിക്ക് മനസ്സിലായി.